ശിരൂരിലെ തെരച്ചിലിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ടയറുകൾ കണ്ടെത്തിയ ടയറുകൾ ഗ്യാസ് ടാങ്കറിന്റേതാണ് എന്ന് സംശയിക്കുന്നു. ഇന്നലെ കണ്ടെത്തിയ അസ്ഥി മനുഷ്യന്റേത് അല്ലെന്ന് സ്ഥിരീകരിച്ചു. അസ്ഥി വിശദ പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഐബോൾ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ വീണ്ടും മാർക്ക് ചെയ്ത് നൽകുമെന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞു. ദൌത്യത്തിൽ പങ്കെടുക്കാൻ ഇന്ദ്രബാലൻ ശിരൂരിലെത്തി. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അറിവ് കിട്ടുന്ന ഒരു CP1 അടുത്താണ് അവർ പോയിരിക്കണത്. അപ്പോൾ നമ്മൾ ട്രക്ക് നമ്മുടെ പ്രകാരം CP-ന്റെ 4-ന്റെ അടുത്തായിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഇത് അവർ ചെയ്യട്ടെ. അവിടെ അവർ കുറച്ച് ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ പ്രകാരം അവിടെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ CP4-ലാണ് നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടാകുന്നത്. അത് അവർക്ക് ശരിയായി പറഞ്ഞു കൊടുക്കണം. പിന്നെ അതിനെ ഡ്രഡ്ജിങ് ഓപ്പറേഷൻ എവിടെ എങ്ങനെ ചെയ്യുക, അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്നുകൂടെ അവരെ ഗൈഡ് ചെയ്യാൻ നോക്കും. അതാണ്. അപ്പോൾ അതിനെ ഇന്ന് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ ഒന്ന് പോയി കയറിയിട്ട് സംസാരിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. നമ്മുടെ ഈ ഐബോർഡ് സംവിധാനം അങ്ങനെ എന്തെങ്കിലും വേണ്ടോ? തൽക്കാലം ഐബോർഡ് വേണ്ടി വരില്ല. കാരണം ഐബോർഡ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ്സിൽ തന്നെ നമ്മൾ പോയി നോക്കണം ഫസ്റ്റ്. പിന്നെ അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഐബോർഡ്സ് കൊണ്ടുവരേണ്ടി വരും. പക്ഷെ അതിൻ്റെ ആവശ്യം വരില്ലാണ് എനിക്ക് തോന്നുന്നത്. ഈ 4 പോയിന്റിൽ ഏതൊരു പോയിന്റിൽ ഡെഫിനറ്റ്ലി ഒരു ഹൈ പ്രോബിലിറ്റി നമ്മുടെ ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടാൻ. അതിനാണ് വന്നിരിക്കുന്നത്. കാരണം അവർ ഒരുപാട് വലിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാനും ഒരു മിനിമൽ വേസ്റ്റേജ് ഓഫ് ടൈം വെച്ചിട്ട് അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കും. അതിനാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ അവർക്ക് അതിനെ ആ മാർക്കിങ്ങിനെ വെള്ളത്തിൽ മാറ്റിയെടുക്കാൻ അവർക്ക് അറിയില്ലല്ലോ. അല്ല, നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാണ്ട് വന്നിരിക്കുന്നത്. ഇന്ദ്രബാലൻ ഈ ദൌത്യത്തിന്റെ ഭാഗമാകാനായി ശിരൂരിൽ എത്തിയതാണ്. നേരത്തെ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ വീണ്ടും മാർക്ക് ചെയ്ത് നൽകും കൂടുതൽ തെരച്ചിലിനായി എന്നതാണ് മേജർ ജനറൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ദിവസമായിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ടയറുകൾ കണ്ടെടുത്തു. 4 ടയറുകൾ ഉള്ള വാഹനത്തിന്റെ ഭാഗമാണ് ഇത്. ഗ്യാസ് ടാങ്കറിന്റേതെന്ന് സംശയിക്കുന്നു. അതേസമയം മരത്തടികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് അർജുന്റെ വാഹനത്തിന്റേതാണ് എന്ന് സംശയിക്കുന്നതാണ്. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി അവിടെ നിന്ന് KV ബൈജു ചേരുകയാണ്. ബൈജു, ഇന്ന് വളരെ നിർണായകമായ ദിവസമായിരുന്നു. തെരച്ചിലിൽ വളരെയധികം വാഹനങ്ങളുടെ ഭാഗങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞ ദിവസമാണ്. അതിൽ അർജുന്റേതെന്ന് സംശയിക്കുന്ന എന്തൊക്കെ കണ്ടെത്താനായിട്ടുണ്ട്? എങ്ങനെ അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നു? തീർച്ചയായും രേണുക, നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിലുള്ളത്. ഇതിൽ ഏറ്റവും ഇന്ന് കിട്ടിയത് അർജുന്റെ വാഹനത്തിന്റെ ഒരു ബമ്പർ മാത്രമാണ് ഇന്ന് ലഭിച്ചത്. പക്ഷേ അതേസമയം തന്നെ നിരവധി വസ്തുക്കൾ ഗംഗാവലി പുഴയിൽ നിന്നും ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും ഒടുവിലായി 4 ടയറുകളാണ് ഇത്തരത്തിൽ ലഭിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയുടെ ചില ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. അതിന്റെ സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും മറ്റും. ആ ലോറിയുടെ 4 ടയറുകൾ അതാണ് ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. അതിനൊപ്പം ഒരു ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ആരുടേതാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും അർജുന്റെ ബാഗ് അല്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. അതിനൊപ്പം ആ ഇലക്ട്രിക് ടവറിന്റെ കുറെ കമ്പികൾ, അത്തരത്തിലുള്ള വസ്തുക്കളാണ് ഇപ്പോൾ ആ ലോറിയിൽ നമുക്ക് കാണാം, തത്സമയം കാണാം ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് കിട്ടിയ വസ്തുക്കളൊക്കെ. ഏതായാലും അർജുന്റെ ലോറിയുടെ ഒരു ബമ്പർ, അത് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ബമ്പർ മാത്രമാണ് ഈ തെരച്ചിലിൽ ലഭിച്ചത്. ഏതായാലും ഈ ദൌത്യം ഏകോപിപ്പിക്കാനായി ഇന്ദ്രപാൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. എന്തായാലും ഐബോർഡ് ഉപയോഗിച്ചുള്ള ഒരു പരിശോധന തൽക്കാലം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം നേരത്തെ മാർക്ക് ചെയ്ത ആ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്താൻ അദ്ദേഹം നേതൃത്വം നൽകും. നാളെ മുതൽ അദ്ദേഹം ഇവിടെ സജീവമായി ഉണ്ടാകും. ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതരും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുന്നുണ്ട്. എന്നാലും നാളെ മുതലായിരിക്കും ഏത് രീതിയിലാണ് പുതിയ തെരച്ചിൽ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഏതായാലും ഇപ്പോൾ നേവി സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ആ സ്ഥലത്ത് നിന്നാണ് ഇത്രയും സാധനങ്ങൾ കണ്ടെത്തിയത്. ലക്ഷ്മണന്റെ കടയുടെ പിറകുവശമാണ്. ഈ വശത്താണ് വലിയ തോതിൽ ഈ വസ്തുക്കൾ കണ്ടെത്തിയത്. അപ്പോഴും അർജുന്റെ ലോറി എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ലോറിയുടെ കാര്യമായ ഭാഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. ഏതായാലും ഡ്രഡ്ജിംഗ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. നേവിയുണ്ട്, ഒപ്പം SDRF-ഉം NDRF-ന്റെ സംഘങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ആ ലോറിക്ക് അരികിലേക്ക് എത്താനുള്ള ഒരു ശ്രമം, ആ ഡ്രഡ്ജിംഗ് ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, നാളെ
നാളെ ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ഏതായാലും നാളെ ഈ ഡ്രഡ്ജിംഗ് ഉണ്ടാകുമോ അതല്ല നാളെ ഒരു ദിവസം നിർത്തിവെക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ മുന്നറിയിപ്പാണ് ഉത്തര കന്നഡ ജില്ലയിൽ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഡ്രഡ്ജിംഗ് തുടരാനുള്ള ഒരു സാധ്യതയാണ്. കാരണം ഇന്ദ്രപാൽ കൂടി ഇന്ന് എത്തിയ ഒരു സാഹചര്യത്തിൽ ഡ്രഡ്ജിംഗ് തുടരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്.